പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും. നമുക്കറിയാം, നൂറെ ഹബീബ് ആമിദ് ആറ്റക്കോയ തങ്ങളുടെ വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. ഒരു സ്ത്രീ ആരോപണമായി അദ്ദേഹത്തിനെതിരെ വരികയും അതിനുശേഷം തങ്ങൾ ലൈവിൽ വന്ന് പറഞ്ഞു, എനിക്ക് ആ സ്ത്രീയെ അറിയുക പോലും ചെയ്യില്ല, ഞാൻ ആ സ്ത്രീയുമായി ചാറ്റ് ചെയ്തിട്ട് പോലുമില്ല, എൻ്റെ ഫോണിലില്ല, പണിക്കാർ ഫോണിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതിനുശേഷം അതേ സ്ത്രീ തെളിവ് സഹിതം പുറത്ത് കാണിക്കുകയുണ്ടായി. ചില ഓഡിയോ ക്ലിപ്പുകളും മറ്റൊക്കെ കാണിക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ആ സ്ത്രീ ഓൾറെഡി കേസ് കൊടുത്തതാണ്, നമുക്കറിയാം, തങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം തങ്ങൾ വന്നു വീണ്ടും ലൈവിൽ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ തന്നെ ഉയർത്തി കാണിച്ചിട്ട് ആ സ്ത്രീ ചാറ്റ് ചെയ്തതടക്കം അതിൽ കാണിക്കുകയുണ്ടായി. തങ്ങൾ എന്താണ് മുൻപ് പറഞ്ഞത്, ഞാൻ ആ സ്ത്രീ അറിയുക പോലുമില്ല, ചാറ്റ് ചെയ്തിട്ടില്ല. അതേ സ്ത്രീ ചാറ്റ് ചെയ്ത് അടക്കം ലൈവിൽ വന്ന് കാണിക്കുകയുണ്ടായി, നമ്മൾ കണ്ടതാണ്. പിന്നെ നോമ്പ് നോക്കിയിട്ട് കളവറിയില്ല എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ആ സ്ത്രീക്ക് നേരെ തിങ്കളാഴ്ച കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് പോലും കേസ് കൊടുക്കാതെ അതോടൊപ്പം തന്നെ ഓൾറെഡി കേസ് കൊടുത്ത സ്ത്രീയോട് വീണ്ടും കേസ് കൊടുക്കാനാണ് അദ്ദേഹം പറയുന്നത്. അതിലെന്താണ് അർത്ഥം? ഓൾറെഡി ആ സ്ത്രീ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം സ്ത്രീയല്ലല്ലോ കേസ് കൊടുക്കണം. ഇദ്ദേഹം തിങ്കളാഴ്ച കോടതിയിൽ പോകും, നിയമപരമായിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം നിയമപരമായി നിരപരാധിത്വം തെളിയിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവ്യക്തത തുടരുക തന്നെ ചെയ്യും ഈ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ. സത്യം അദ്ദേഹം തെളിയിക്കണം. കാരണം നിയമപരമായി നിരപരാധിത്വം തെളിയിക്കട്ടെ. ആ സ്ത്രീയുമായി യാതൊരു ബന്ധവുമില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ആ സ്ത്രീയുമായി ഒരു ധാരണയിലെത്തിക്കാണാം. നമുക്കറിയാം, ഇതിന് മുമ്പൊക്കെ വിമർശിക്കുന്നവർക്ക് പോലും 7 ലക്ഷം രൂപയൊക്കെ നൽകിയ വാർത്ത നമ്മൾ കണ്ടതാണ്. ഇദ്ദേഹം തന്നെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഐദർ മധൂറിന് 7 ലക്ഷം കൊടുത്തു എന്ന്. ഐദർ മധൂറിന് എന്തിനാണ് 7 ലക്ഷം കൊടുക്കുന്നത്? ഒരു വിമർശിക്കാൻ വന്ന, ഫേസ്ബുക്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നിരന്തരം പോസ്റ്റ് ഇടുന്ന ഒരു ഐദർ മധൂറിന് 7 ലക്ഷമൊക്കെ കൊടുക്കണമെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ കള്ളത്തരമുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു തരും. കാരണം 7 ലക്ഷം എന്തിന് ഐദർ മധൂറിന് കൊടുത്തു? ഒരു വിമർശിക്കാൻ വന്ന ഐദർ മധൂറിന് പോലും 7 ലക്ഷം കൊടുക്കണമെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തിൽ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം, കാരണം പൊതുജനങ്ങളുടെ പൈസയാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്, എന്തിന് 7 ലക്ഷം കൊടുത്തു, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? കാരണം ജനങ്ങളുടെ കാശാണ്, ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യമൊന്നുമില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട, ആത്മീയതയുടെ മറവിൽ പല ചൂഷണങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയൊരു വീഡിയോ കണ്ട്, കൊടിമരത്തിൻ്റെ താഴത്ത് വെച്ച് മന്ത്രിച്ച തേന് വലിയ അത്ഭുതമുണ്ട്, അത്ഭുത ശക്തിയുണ്ടെന്നൊക്കെ പറയും, നമ്മൾ കണ്ടതാണ്. എന്ത് അത്ഭുതമാണ് ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനുള്ളത്? ഇസ്ലാം എന്താണ്? നമ്മളെ ദീനിനെ പോലും കളങ്കപ്പെടുത്തിക്കൊണ്ട് ഇവരെ പോലുള്ളവർ ചൂഷണം ചെയ്യുമ്പോൾ നമ്മളെ സമൂഹം, നമ്മളെ സമുദായം എന്തിനു മിണ്ടാതിരിക്കണം? അതിന് ശക്തമായി പ്രതികരിക്കണം. കാരണം കളങ്കപ്പെടുത്തിയാണ് ഇവരെ. പവിത്രമായ ഇസ്ലാമിനെ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആത്മീയതയുടെ മറവിൽ ഇവർ തട്ടിപ്പ് നടത്തി ചൂഷണം ചെയ്ത് കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നുള്ളത്. നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ ഒന്നടങ്കം അതിനെ പ്രതികരിച്ചേ തീരും.